കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യവും കൂടെ രാവിലെ സമയത്ത് നിങ്ങളുമായി ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ അതിനകത്ത് നിങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ഇടണം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ഇടണം. എല്ലാവർക്കും അത് പ്രയോജനമാകട്ടെ. തെറ്റായാലും ശരിയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് കേൾക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. തീർച്ചയായും ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇയ്യോബിൻ്റെ പ്രാണസ്നേഹിതന്മാരായ എലിഫസ്, ബിൽദാദ്, ദൈവത്തിനു സ്തോത്രം, സോഫർ, ഇങ്ങനെ 3 സ്നേഹിതന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 പാർട്ട് നമ്മൾ ആ ഭാഗം ചിന്തിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു, വളരെ ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മെസ്സേജ് പറയാനായിട്ടുള്ള ഒരു ക്രമീകരണം ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഇന്ന് രാവിലെ അല്പം തിരക്കുണ്ടെങ്കിൽ പോലും ദൈവത്തിനു സ്തോത്രം, നിങ്ങൾക്കുള്ള മെസ്സേജ് തയ്യാറാക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചത് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരിൽ ഒരുവനായ എലിഫസ് വായു തുറന്ന് സംസാരിച്ച കാര്യങ്ങളാണ്. എലിഫസ് ഈ 3 പേരും കേട്ടോ ഇയ്യോബിനോടൊപ്പം വളരെ ആത്മാർത്ഥമായി കരയുകയും പ്രാർത്ഥിക്കുകയും വസ്ത്രം കീറി ഇരട്ടുവാരി തലയിലിട്ട് അവർ 7 ദിവസം നിലത്ത് കുത്തിയിരുന്ന് അവൻ്റെ വേദനയിൽ പങ്കാളിത്തം വഹിക്കുകയൊക്കെ ചെയ്തു. ദൈവത്തിനു സ്തോത്രം. അങ്ങനെ 7 ദിവസം ഇരിക്കുന്ന സമയങ്ങളിൽ മാറ്റങ്ങളൊന്നും കണ്ടില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ഈ വേദനകൾക്കൊരു മാറ്റം കണ്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊരു മാറ്റം കണ്ടില്ലെങ്കിൽ അത് അത്ര എൻ്റെ പ്രാർത്ഥന അത്ര ശരിയല്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയില്ലേ. പ്രാർത്ഥിച്ചിട്ടൊരു മാറ്റം കാണുന്നത് വളരെ സന്തോഷമാണ്. 7 ദിവസം ഇരുന്നിട്ടും ഒരു മാറ്റവും കാണാതെ വന്നപ്പോൾ എലിഫസ് സംസാരിക്കുകയാണ്. നീ ശരിയല്ല, നിന്റെ മക്കൾ ശരിയല്ല എന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ചാണ് എലിഫസിൻ്റെ സംസാരത്തിൽ ഉണ്ടായ ഒരു കാര്യമൊന്ന് ഗൂഢമായ ഒരു വെളിപ്പെടുത്തൽ തനിക്ക് ലഭിക്കപ്പെട്ടു. തൻ്റെ കിടക്കയിൽ എന്ത് ചെയ്തു, ഒരു ഗൂഢവചനം എത്തി, അതിൻ്റെ മന്ദസ്വരം എൻ്റെ ചെവിയിൽ കടന്നു എന്നാണ് 4:12 പറയുന്നത്. മാത്രമല്ല, മനുഷ്യർക്ക് ഗാഠനിദ്ര പിടിക്കുന്ന നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവങ്ങളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവ് എൻ്റെ മുഖത്തിനു നേരെ കടന്നു. എൻ്റെ ദേഹത്തിന് രോമഹർഷം വർഷിച്ചു. ഒരു പ്രതിമ എൻ്റെ കണ്ണിന് നേരെ വന്നു, എങ്കിലും അതിൻ്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. എലിഫസിൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത്. ഇയ്യോബുമായിട്ടുള്ള 1-ാം പ്രതിവാദത്തിൽ എലിഫസ് ഇയ്യോബിനെ അറിയിക്കുന്ന ഒരു സന്ദേശമാണ്. ഒരാത്മാവ് എൻ്റെ അടുക്കൽ വന്നു. ദൈവത്തിനു സ്തോത്രം. ഈ ആത്മാവ് വന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിനു സ്തോത്രം. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞത് അവൻ നീതിമാനാണ്. ദൈവമാണ് പറഞ്ഞത് കേട്ടോ, അവൻ നീതിമാനാണ്. ഹല്ലേലൂയ. മനുഷ്യരാരും പറഞ്ഞതല്ല. ഇതാരുടെയും സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യകതയില്ല. ലോകത്തിൻ്റെ സൃഷ്ടിതാവായ സർവശക്തനായ ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുകയാണ്, അവൻ നീതിമാനാണ്. പിന്നെ ഒരു എലിഫസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബിൽദാദിൻ്റെയോ ഒന്നും വാക്കുകളുടെ ആവശ്യകതയില്ല. ഒരു സ്നേഹിതന്മാരുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. ഈ ഒരു ദുരന്തം വന്നു ഭവിച്ചു എന്നുള്ള കാരണത്താൽ ഇയ്യോബിൻ്റെ അപാകതകൾ കൊണ്ടാണ് ഈ ദുരന്തം വന്നു ഭവിച്ചത് എന്ന് പറയുന്ന അനുഭവമാണ് എലിഫസിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും അങ്ങനെ പലരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലൊരു സഹോദരിക്ക് ഒരു മാരകമായ രോഗം പിടിക്കപ്പെടുവാനിടയായി. അങ്ങനെ പിടിക്കപ്പെട്ട ആ സഹോദരി വേദനയോടെ ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഭർത്താവ് പറയാണ്,
ഇത് നിന്റെ കഴിവുകേട് കൊണ്ട് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നീ അകന്ന് പാപം ചെയ്തു, അതുകൊണ്ടാണ് നിനക്കിത് വന്നത് എന്നാണ് ആ സഹോദരൻ്റെ വാക്കുകൾ. അങ്ങനെയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പലരും ഭരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു രോഗം വരുന്നതോ അല്ലെങ്കിൽ ഒരു മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതോ ഒക്കെ അവരവർ ചെയ്ത പാപത്തിൻ്റെ അനന്തര ഫലമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോയാൽ ദൈവത്തിനു സ്തോത്രം, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന ഈ വലിയ പ്രതിസന്ധി പാപത്തിൻ്റെ അനന്തര ഫലമായിട്ട് രോഗം വരികയില്ലെന്നല്ല, എന്ന എല്ലാം അങ്ങനെയല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിനു സ്തോത്രം. നോക്കുക, ഇവിടെ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എലീഫസിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എലീഫസിനെ കുറിച്ച് പറയുകയാണ്, നീ മൂഢനാണ്, ഈർഷ്യക്കാരനാണ്, നീരസക്കാരനാണ്. ദൈവത്തിനു സ്തോത്രം. എലീഫസ് ഇതെല്ലാം അങ്ങ് വളരെ വ്യക്തമായി പറയുകയാണ്. നീ ഒരു മൂഢനാണ്. നോക്കിക്കുക, 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, നീരസം മോശനെ കൊല്ലുന്നു, ഈർഷ്യം മൂഢനെ ഹിംസിക്കുന്നു, മൂഢൻ വേരൂന്നത് ഞാൻ കണ്ടു, ക്ഷണത്തിൽ അവൻ്റെ പാർപ്പിടത്തെ ശപിച്ചു. ഹല്ലേലൂയ. ഇയ്യോബ് ഒരു മൂഢനാണെന്നാണ് എലീഫസ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ വളരെ ഗൗരവമായ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ്റെ പാപത്തിൻ്റെ അനന്തര ഫലം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, സർവശക്തനായ ദൈവത്തിൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവന് മുറിവേൽപ്പിക്കുകയും മുറികെട്ടുകയും ഒക്കെ ചെയ്യുന്നവനാണ് എന്നൊക്കെ എലിസബത്ത് ദൈവത്തിനു സ്തോത്രം, എലീഫസ് എന്ത് ചെയ്യാണ് പറയാം. എലിസബത്ത് എന്ന് പറയുന്ന ഒരു കക്ഷി വേദപുസ്തകത്തിലുള്ളതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് കയറി വരുന്നത്. എലീഫസ് അങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ എലീഫസ് പറയുന്ന ഈ പ്രതിപാദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ, ഇയ്യോബ് ഒരു മൂഢനാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ മൂഢൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, യാതൊരു വിവരവും ഇല്ലാത്ത വ്യക്തിയാണ് മൂഢൻ എന്നൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഈർഷ്യക്കാരനാണ്, എന്ത് പറഞ്ഞാലും ഈർഷ്യമാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്. അതുപോലെ നീരസക്കാരനാണ്. ഇയ്യോബിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഇതെല്ലാമാണ്. ആരാന്നറിയാമോ? വേറെ ആരുമല്ല, ഇയ്യോബിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ഇരുന്ന 3 സ്നേഹിതന്മാരിൽ തലപ്പത്ത് നിൽക്കുന്ന എലീഫസാണ് എന്ത് ചെയ്യുന്നത്, ഇത് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമുക്ക് നേരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് നേരെ വന്നു പെടാറുണ്ട്. ദൈവത്തിനു സ്തോത്രം. ഇതെല്ലാം സത്യവുമായൊരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇതിനകത്ത് യാതൊരു സത്യവുമില്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞ് പരത്തുന്നത്. ദൈവത്തിനു സ്തോത്രം. ഒരു സത്യവുമില്ലാത്ത കാര്യമാണ്. മനസ്സിലായോ? യോബിനെ കുറിച്ച് ദൈവം പറയുകയാണ് അവൻ നീതിമാനാണെന്ന് പറയുമ്പോൾ, എലീഫസ് കൂട്ടുകാരൻ പറയുകയാണ്, കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്, കൈവെള്ളയെ കൊണ്ടു നടന്നതുപോലെ. അന്നത്തെ കാലത്ത് ഫോണോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണല്ലോ. ആ കാലഘട്ടത്തിൽ ആ സ്നേഹബന്ധമൊക്കെ പുലർത്തിയിരുന്നത് കത്തിൽ കൂടെയൊക്കെയാണ്. ദൈവം എന്നാ കൊണ്ട് വിശേഷമെന്നൊക്കെ ചോദിച്ച് ഒരു നീണ്ട കത്ത്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇതൊക്കെ ചോദിച്ച് നീണ്ട കത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്ന് ബന്ധപ്പെടാനുള്ള ഒരു വാഹന സൗകര്യമോ ഫോൺ സംവിധാനമോ ഒന്നുമില്ലാതിരിക്കുമ്പോൾ തന്നെ ആ സ്നേഹബന്ധം ആഴമേറിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെന്ത് ചെയ്തു? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന ഈ വേദനകരമായ ഈ ദുരന്തം, ദൈവത്തിന് സ്തോത്രം, അവൻ്റെ കൂട്ടുകാർ അവനെ കുറ്റപ്പെടുത്തുകയാണ്. എലീഫസിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇവൻ ശരിയായിട്ടുള്ളയാളല്ല. ആര്? ഇയ്യോബ്. ഇവൻ നീരസക്കാരനാണ്, ഇവൻ മൂഢനാണ്. ദൈവത്തിന് മഹത്വം. ഇവൻ ഈർഷ്യക്കാരനാണ്. ഇവന്റെ
ആ തലമുറകളൊക്കെ നശിച്ചു പോകാൻ കാരണം ഇതെല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് പോയതുകൊണ്ടാണ്. നിങ്ങൾ വാക്യം വായിക്കണം. അവന്റെ മക്കൾ രക്ഷയോട് അകന്നിരിക്കുന്നു, അവർ രക്ഷകനില്ലാതെ വാതിൽക്കൽ വെച്ച് തകർന്നു പോകുന്നു. കണ്ടോ, അവന്റെ മക്കൾ, യോബിന്റെ മക്കളെ കുറിച്ച് പറയുകയാണ്, അവന്റെ മക്കൾ രക്ഷയോട് അകന്നിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, യോബിന്റെ മക്കളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, യോബിന്റെ മക്കൾ എല്ലാ വർഷങ്ങളിലും അവർ ഒന്നിച്ച് അവരുടെ ജന്മ ദിവസം വരുമ്പോൾ അവർ ഒന്നിച്ചു കൂടുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ കൂടുതലും വിരുന്നുശാലകളിൽ വീഞ്ഞുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഈ വീഞ്ഞ് കുടിച്ച് എങ്ങാനും ഏതെങ്കിലും നിലയിൽ ദൈവഹിതമല്ലാത്ത നിലവാരത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ഒരു സംശയമുള്ളത് കൊണ്ട് ഒരു സ്പെഷ്യൽ യോഗം, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു യാഗപ്രാർത്ഥന അപ്പനായ ഇയ്യോബ് നടത്തുമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയൊക്കെ വെക്കുന്നത് വളരെ ഗൗരവമായ കാര്യമാണ്, വളരെ നല്ലതായ കാര്യമാണ്. കാരണം അവരുടെ ഭാഗത്തെ അപാകതകളോ തെറ്റുകളോ ഒക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അവർ അപകടത്തിൽ ചെന്ന് വീഴാതിരിപ്പാൻ, ദൈവത്തോട് അപേക്ഷിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, മാസത്തിലൊരു പ്രാർത്ഥനയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ദൈവം അതിനായി സഹായിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചു വന്നത്, അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ രക്ഷയിൽ നിന്ന് അകന്നവരാണെന്നാണ് എന്ത് ചെയ്യുന്നത്, എലിഫസിന്റെ വാക്കുകൾ. അവർ രക്ഷയിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ എല്ലാവരും ഒന്നിച്ചു മരിക്കേണ്ട സാഹചര്യം വന്നത് എന്നാണ് എലിഫസിന്റെ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. 4-ാമത്തെ വാക്യം, അവന്റെ മക്കൾ രക്ഷയോട് അകന്നിരിക്കുന്നു, അവർ രക്ഷകനില്ലാതെ വാതിൽക്കൽ വെച്ച് തകർന്നു പോകുന്നു. ദൈവത്തിന് മഹത്വം. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയട്ടെ, ഇയ്യോബ് നീതിമാനായി തുടരുമ്പോൾ ഇയ്യോബിന്റെ മക്കൾ, ദൈവത്തിന് സ്തോത്രം, അവർ ദൈവത്തിനു വേണ്ടി, കാരണം അത്ര ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ കുടുംബമാണ്. ആ കുടുംബത്തിനകത്ത് യാഗവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. മക്കളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒന്നിച്ചുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. വിദേശത്തായിരിക്കുന്ന മക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടി ചേർത്തിരുത്തി ഒരു പ്രാർത്ഥനയൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ചെലവും കാര്യമൊന്നും ഗൗരവമായിട്ട് എടുക്കണ്ട. കാരണം മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നല്ല മനോഭാവമുള്ള മാതാപിതാക്കൾ എഴുന്നേൽക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവിടെ പറയാണ്, രക്ഷകനില്ലാതെ എന്ത് ചെയ്യുന്നു, നാശത്തിലേക്ക് പോകുന്നു. അപ്പൊ എലിഫസിന്റെ വാക്കുകൾ ദൈവത്തിന് വളരെ ഗൗരവമായ ആരോപണങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 13-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു, വക്ര ബുദ്ധികളുടെ ആലോചന മറിഞ്ഞു പോകുന്നു. ഹല്ലേലൂയ. ഇയ്യോബിനെ കുറിച്ച് പറയുകയാണ്, വക്ര ബുദ്ധിയുടെ ആലോചന മറിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് വന്ന അപകടം മുഴുവനും നിന്റെ വക്ര ബുദ്ധി കൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല. ആരോപണങ്ങൾ നിനക്ക് നേരെ ഒരു തീയമ്പ് പോലെ പാഞ്ഞു വരുമ്പോൾ, ആരോപണങ്ങളെ തടയുവാൻ, ആരോപണങ്ങളെ നേരിടുവാൻ, എലിഫസിന്റെ ആരോപണങ്ങളെ നേരിടുവാൻ, കൂട്ടുകാരന്റെ ആരോപണങ്ങളെ നേരിടുവാൻ നിനക്ക് വേണ്ടത് പ്രാർത്ഥന എന്ന ആ വലിയ ആയുധമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കുവാൻ ഇവിടുത്തെ ഒരു കൂട്ടുകാർക്കും കഴിയത്തില്ല കേട്ടോ. ഇവിടുത്തെ ഒരു സഹോദരന്മാർക്കും കഴിയത്തില്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നവരെ പരാജയപ്പെടുത്തുവാൻ, ദൈവവുമായി ബന്ധമുള്ളവനെ, ദൈവം നീതിമാനെന്ന് പ്രഖ്യാപനം നടത്തിയവനെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവിടെ അപാകതകളോ തെറ്റുകളോ ഒക്കെ വന്നാൽ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥന അവിടെ ഉണ്ടാകും കേട്ടോ. ഇയ്യോബിന്റെ മക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നീ അതിനെ കയറി ആക്രമിക്കാൻ ശ്രമിക്കണ്ട.
അത് ഇയ്യോബ് പ്രാർത്ഥനയിൽ കൂടെ ദൈവവുമായിട്ട് ആമീൻ ആ കാര്യം പറഞ്ഞു തീർത്തുകൊള്ളും. ആമീൻ ആരെയും കുറ്റപ്പെടുത്തുവാനോ ഏതെങ്കിലും ദൈവദാസന്മാരെയോ ആമീൻ അവരുടെ മക്കളെ ആക്ഷേപിക്കുവാനോ നിന്നെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല എന്ന് മറന്നു പോകരുത്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാണിംഗ് പോലെ ഏറ്റെടുക്കണം. കാരണം ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. നീതിമാനായ ഇയ്യോബിനെ ആമീൻ ആക്ഷേപിക്കുന്ന ആക്ഷേപത്തെ ദൈവം നേരിടുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. അവസാനം വന്നപ്പോൾ ആമീൻ ആ ഇയ്യോബിനോട് ദൈവം പറയാ, നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി നീ യാഗം കഴിക്കണം, പ്രാർത്ഥിക്കണം. ആമീൻ നിനക്ക് വിടുതൽ ലഭിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ ഇത് ഗൗരവമായിട്ട് തന്നെ ഇതിനെ കാണണം. ഞാൻ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. എലീഫസിന്റെ ആമീൻ ഈ വാക്കുകൾ വലിയ അപകടകരമായ വാക്കുകളായിരുന്നു. ഇയ്യോബിനെ ആക്ഷേപിച്ചു, ഇയ്യോബിന്റെ മക്കളെ ആക്ഷേപിച്ചു. ആമീൻ. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ദൈവം നീതിമാൻ എന്ന് പറഞ്ഞവനെ ആക്ഷേപിക്കുവാൻ, അവന്റെ തലമുറയെ ആക്ഷേപിക്കുവാൻ ആർക്കും അധികാരം ദൈവം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം. അതിനായി കർത്താവ് സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ പകരണമേ. ആമേൻ. സ്വർഗീയ പിതാവിന്റെ അനുഗ്രഹങ്ങൾ പിന്നെയും അവിടുന്ന് നിലനിർത്തണമേ. തിരുനാമ മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.